ഞാൻ തറവാട്ടിലല്ലേ. ഇന്ന് നമുക്ക് ചെറിയ വിശേഷമുണ്ട് തറവാട്ടിൽ. എൻ്റെ അച്ഛൻ്റെ തറവാട്. ഈ തറവാട് തൊട്ട് ചേർന്നിട്ടുള്ള തറവാട് ക്ഷേത്രമുണ്ട്. ഇത് നമ്മുടെ ഇളയപ്പനാണ് തൊട്ട് പുറകിലേക്ക്. അപ്പോൾ ഇന്നൊരു ചെറിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു നേർച്ചയുണ്ട് ഈ തറവാട്ട്. ആ നേർച്ച വീത് എന്നറിയും. അതിനെപ്പറ്റി ശരിക്കും അറിയില്ല. അത് അറിയുന്നവരോട് നമുക്ക് ചോദിക്കാം. ഇവിടെ അറിയുന്നവരുണ്ട്, ഇളയപ്പന്മാരുണ്ട്, അവിടെ ചോദിക്കാൻ പറ്റും. തീരെ ഒരു പ്രസാദമാണ്. നാലിലൊരു ഭാഗം ഇത് വിഷ്ണുമൂർത്തിയുടെ നാലിലൊരു ഭാഗമാണ് വീത്. അത് വീത് എന്ന് പറഞ്ഞാൽ വിഷ്ണുമൂർത്തിയുടെ പ്രസാദമാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മറ്റു ദൈവത്തിന് വെച്ച് കൊടുക്കും പോലെ ഇത് വീത് കറിയാക്കിയിട്ട് വെച്ച് വിളമ്പി. അതിന് കോഴി, കായ്, പിന്നെ അതിൽ കൂട്ടുന്ന കടല, ഇങ്ങനെ ചേന, ചക്ക ഇതെല്ലാം കുറേശ്ശെ കൂട്ടിയിട്ട് അത് ഒരു വീതടി എന്നതായിട്ട് അത് കൂട്ടുകറിയാക്കിയിട്ട് ആണ് വീത് വിളമ്പുന്നത്. അത് 3 കൊടിയിൽ വിളമ്പും. അത് പിന്നെ കർമ്മിയാണ് ചെയ്യണം, മറ്റൊരാൾക്കും ചെയ്യാൻ പറ്റില്ല. അതിലുള്ള കർമ്മിയായിട്ടുണ്ട്. അത്ര ആണ് ഈ വീതിനെ പറ്റിയിട്ട് പറയാനുണ്ട്. കറിക്ക് എന്താ ചേർക്കുന്നത്? കറിക്ക് സാധാരണ കൂട്ടുകറിക്ക് ചേർക്കുന്ന എല്ലാ ചേരുവകളും, മല്ലി, മുളക്, കടല, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി. അതല്ല, നമ്മൾ അത് കൂടാതെ വേറെ സാധനം ചേർക്കുന്നില്ലേ? ചേന, ചേമ്പ്, പിന്നെ ചക്ക, ഇത്രയും സാധനമാണ്. കായാണ് പ്രധാനം. ചിലവർ വെറും കായും കോയും മാത്രം വെക്കില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പ്രകാരം തന്നെ ഇവിടെ വേറെ കമ്മിയായിട്ടൊന്നുമില്ല. ഇവിടെ കർമ്മിയായിട്ട് എൻ്റെ മോനെ അത് ഞങ്ങൾ എല്ലാവരും അനുഗ്രഹമെല്ലാം കൊടുത്തിട്ട് പുതിയ കർമ്മിയായിട്ടാണ് ഈ വീതടിയന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഞങ്ങൾ അനുഗ്രഹം കൊടുത്തിട്ട് നിർത്തിയത്. അത് എൻ്റെ മോനാണ്. അതെയോ അതെയോ രാശിപ്രകാരം പ്രാർത്ഥന പണി പിന്നെ കൊണ്ടുപോയി. അപ്പോൾ ഒരു വീട് വെക്കുള്ളൂ. വീട് 40 വർഷം പണ്ട് തീർക്കല കല്ലുട്ടി ചെയ്യാൻ വേണ്ടിയില്ല. എല്ലാവരും കല്ലൂട്ടിനെപ്പോഴും മയപ്പിയതാണ്. വിഷമമോ ഒരു തകരാറാണ്. വണ്ണകം പേര് സന്തോഷപ്പെടും. പണ്ടത്തെ അത് മാത്രമല്ല ഈ വീട് കർമ്മി പിന്നെ ഏട്ടനാണ് ഒരാഴ്ച കണ്ടില്ലേ? അതെ. അപ്പോൾ അതിൻ്റെ ദക്ഷിണ കൊടുത്തിട്ട് അങ്ങനെ അത് ഇപ്പം ആയിക്കൂടെ അല്ലേ? അതുകൊണ്ട് തിരിഞ്ഞ മക്കൾ എല്ലാവരും അനുഗ്രഹം അമ്മയും ഗുരുവായൂർമാറും തിരിഞ്ഞ മക്കൾ നമ്മൾ നല്ലത് കുഴപ്പമുള്ളൂ. ആൾക്കാർ വെച്ചാൽ അജ്ജേട്ട മണ്ണ് പോലെ പോലെ നിങ്ങൾ അറിവ് പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞിട്ടേ ഇല്ല, നിങ്ങൾ കഴിഞ്ഞിട്ടേ ഇല്ല ബാക്കി പുറത്തില്ല. ഇവിടെ തറവാട്ടാണ് കഴിഞ്ഞിട്ട് ഇല്ലല്ലോ. ആയി തക്കണ ഐശ്വര്യം എപ്പോഴും ആദ്യമായിട്ട് വന്നതല്ലേ? എല്ലാം കിട്ടിക്കോട്ടും.
എല്ലാ സമയത്തും അതെടുക്ക് തേങ്ങ അതിനെ തിരിക്കോ നല്ല ശരിക്കും ഒതുക്കുവോ ആരെങ്കിലും വെച്ചാൽ ഇപ്പുറം നിൽക്ക് കോയിനെ പണിക്കാൻ അരി ഉണ്ടോ കൈ നമുക്ക് ശിശയാണ് നീ കുപ്പായ ഊരിക്കടാ ഇത് വെക്കുമ്പോ കുപ്പായ ഊരണം എല്ലാം നല്ല പറഞ്ഞോണ്ട് കിട്ടുവാ അടുത്ത ഉണ്ടോ ഒന്നുമില്ല മൂന്നാമത് ദേശം കുടിച്ചു കറി വാങ്ങിച്ചു
പോവെടുക്ക് പോവാതാ രാശിയുടെ വട്ടി ഇപ്പം ഒരു വാക്ക് ഉണ്ട് മുമ്പ് ഇതുണ്ട് വിഷ്ണുട്ട് ഒരു വാക്ക് തീർക്കം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പണ്ട് തീർക്കരുത്, പണ്ട് തീർക്ക് വീട് കഴിച്ചിട്ടുണ്ട്, പണ്ട് തീർക്കുണ്ടാവുന്നുണ്ട്. ആ അപ്പോൾ ചെയ്യക്കാത്ത വരേണ്ട ഒരു ഭക്തി അപ്പൊ നമ്മ കർമ്മം പരിചയല്ല കൈ കഴിക്കാൻ വേണ്ടി അതൊരു ഭക്തി ഓളോടല്ലേ പറഞ്ഞത് അപ്പൊ അച്ഛനെ മുമ്പ് നിർത്തിയിട്ട് ഇനി മനസ്സിലത് നിൽക്കാൻ പാടില്ല. അത് ആട്ടക്ക് എല്ലാം അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു വ്യക്തി തീർന്നു നമ്മളെ അവര് നോക്കണം. അത്രയേ ഉള്ളൂ. അതിലേക്ക് അതിന്റെ ഭാഗം പലരും പ്രാർത്ഥിക്കുന്നു. ആ രാശി പ്രകാരം എന്തൊരു മുറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് കാശിമകാലത്തിന് തൊഴിലാണ്. അതെ ആ രാശിയുടെ പ്രകാരം ഇപ്പോൾ മീൻ കഴിച്ചിട്ട് അവരെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ വരാൻ വേണ്ടി പറഞ്ഞിട്ട് അവര് വന്നിട്ടില്ല. ആ കോരക്കാരൻ വന്നിട്ടില്ല. അപ്പൊ വരാത്തവർക്ക് നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെ പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ലാതെ അതെ നമ്മളെ ഭാഗത്ത് ഇപ്പം എന്റെ കർമ്മം ചെയ്തു ഇനി തർക്കമില്ലെങ്കിൽ ബാക്കിന്റെ വരുന്നത് അങ്ങനെ എന്തെങ്കിലും ചെറിയ ദോഷം ഉണ്ടെങ്കിൽ അവർ കാണിച്ചു കൊടുത്തിട്ട് അവര് അത് കഴിഞ്ഞ് നമുക്ക് പറയാം. നമ്മളിപ്പോ 2-3 പ്രാവശ്യമായി അവരെ വിളിക്കുന്നു. കല്ലുപിടിക്കാൻ വേണ്ടിയും അതെ അമ്മയും പിള്ളേർക്കും എല്ലാം അവർക്ക് അതിന്റെ കാട്ടി അത്രേ പറയാൻ. എന്റെ മാതൃകേനെ പറഞ്ഞു കത്തിങ്ങനെ വിളിക്കാം.
അത് ചെയ്യാത്ത കുടിച്ചിട്ട് ഇവിടെ വിചാരിക്കാം